ഹലോ ഗായ്സ്, ഞാൻ ഉണർന്നപ്പോൾ ഉച്ചയായിപ്പോയി. അതിപ്പോൾ ഡെയിലി അങ്ങനെ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അമ്മ കഞ്ഞി മാത്രമേ വെച്ചിട്ടുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്നുള്ള ധാരണ നേരെ അടുക്കളയിലോട്ട് വിട്ട് ഇഞ്ചി എടുത്ത് അത് ക്യാരറ്റ്, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, പിന്നെ തക്കാളി എടുത്ത് എന്നിട്ട് ഇത് സവാള കൊത്തി അരിഞ്ഞ് ഇത് വീഡിയോ നോക്കി ഞാൻ ഇങ്ങനെ അരിഞ്ഞപ്പോൾ എൻ്റെ കൈ മുറിയുകയും ചെയ്ത്. പിന്നാണെങ്കിൽ വീഡിയോ ഒന്നും നോക്കിയില്ല, അതല്ലാതെ അങ്ങ് അരിഞ്ഞ്. ആദ്യമേ സവാള അരിഞ്ഞ് ഞാനിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുക നേരം കുറച്ചൊക്കെ തെറിച്ച് വെളിയിലൊക്കെ പോകുന്നുണ്ട്. അത് എപ്പോഴും എനിക്ക് പറ്റുന്നത്, അതെന്തുവാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പോയത് പോട്ടെ, അതെടുക്കാൻ ഒക്കത്തില്ലല്ലോ, തറയിൽ പോയില്ലയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊന്നും ഞാൻ പറയത്തില്ല. ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി, അല്ലാതെ നമ്മളിപ്പം പണ്ടത്തെ കൂട്ട് അതൊന്നുമില്ല. ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി, ആരെ പിടിച്ചിരുത്തി കാണിക്കുന്നില്ല. ഇനി എന്നിട്ട് പച്ചമുളക് എടുത്ത് അതിൻ്റെ മണ്ടയിലത്തെ ആ ഞെടുപ്പുണ്ടല്ലോ അതെടുത്ത് കളഞ്ഞിട്ട് അത് ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞ്. നിങ്ങളുടെ ആവശ്യത്തിനുള്ള സൈസ് അരിയുക. ചെറുതായിട്ട് അരിഞ്ഞ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ല എരി ആവും, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് ചെറുതായിട്ട് അരിയുന്ന ഇഷ്ടം, അതാകുമ്പം നല്ല എനിക്ക് എരിക്കാണ് എനിക്കിഷ്ടം. പിന്നെ ക്യാരറ്റ്, അതും വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 എണ്ണം വേണമായിരുന്നു, പക്ഷേ 3 or 4 എണ്ണം ഞാൻ എടുക്കുന്നത്. ഇത് ഇച്ചിരി വലുതായിപ്പോയി, ഒരെണ്ണം എടുത്തിട്ടുള്ളൂ. അത് തന്നെ 3-4 കീറിയിട്ട് അരിയുന്നത്. വെളുത്തുള്ളി ഇഞ്ചി നല്ല ചെറുതായിട്ട് അരിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. ഈ ചതച്ച് ചേർക്കുന്ന അരക്ക് പേസ്റ്റിനേക്കാളും നല്ലത് ചെറുതായിട്ട് അരിഞ്ഞിടുന്നത്, നല്ല ടേസ്റ്റാണ് അതിന്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. കമൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോരായ്മയൊക്കെ മാറ്റാമല്ലോ. ഇപ്പോൾ ഒരാളെ കാണുന്നെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഉപകാരപ്പെട്ടാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളാവോ, ഇങ്ങനെ ചെയ്യണോ അങ്ങനെ ചെയ്യണോ, ഒരാൾ പറഞ്ഞു തരുവാണെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. ഇത് നിങ്ങളുടെ ഇപ്പോൾ എനിക്കൊരു കാര്യം ഇഷ്ടപ്പെട്ടില്ലെന്ന് പറഞ്ഞ് അതിന് എന്താ പോരായ്മയെന്നും കൂടെ പറഞ്ഞു തരുവാണെങ്കിൽ മാറ്റാൻ പറ്റൂ. അതിനാണ് കമൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതിലാണെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ഇച്ചിരി വലുതായിട്ട് അരിയുന്നത്. ഞാൻ സാധാരണ ചെയ്യുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി മാക്സിമം പൊടിച്ച രീതിയിൽ അരിയുന്നത്. ഇപ്പം എനിക്ക് വിശന്ന് കണ്ണും കാണാതിരിക്കുക, ഉറക്കത്തിൻ്റെ ഇതുകൊണ്ട്. ഉച്ചയായി. ഉച്ചയെന്ന് വെച്ചാൽ 1:30 ആയപ്പോഴാണ് എണ്ണീറ്റത് നേരെ അടുക്കളയിൽ കയറിയതാണ്. അതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്, കണ്ണിനാണെങ്കിൽ ഒരു ഇതായിട്ടില്ല, ഉറക്കപ്പിച്ചയിലായുണ്ട്. ക്യാരറ്റ് അരിഞ്ഞ് ചിലപ്പോൾ ഞാൻ മിക്കവാറും ക്യാരറ്റ് അരിയാറില്ല. ക്യാരറ്റ് ഇന്ന് കിട്ടിയപ്പോൾ എടുത്ത് ചെയ്തതാണ്. ക്യാരറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അകത്ത് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേണം: സവാളയും വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, പിന്നെ അത്ര. തക്കാളി എന്തായാലും, തക്കാളി ഉണ്ടെങ്കിൽ നല്ലതാണ്, പുളി കാണും, അതിനാ തക്കാളി ഇടുന്നത്. തക്കാളിയും വേണം അത്യാവശ്യം. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ആദ്യമേ ഇത് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വേണം ഇത് ഇത്ര ഇപ്പോൾ അരിഞ്ഞ് വെച്ച് അത്രയും സാധനം തട്ടിയിടണം. തക്കാളി ഇടരുത്, തക്കാളി മാത്രം മാറ്റി വെക്കണം. തക്കാളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വാടിക്കഴിഞ്ഞാൽ അല്ല തക്കാളി ഇതായിപ്പോൾ കാണാത്ത രീതിയിലായിപ്പോൾ തിന്നാൻ നേരം. എന്നിട്ട് ഇതെല്ലാം കൂടെ വിട്ടാണ് ഞാൻ ഇളക്കുന്നത്. എനിക്കാണ് എപ്പോഴും ഇളക്കുന്നത് ഇഷ്ടമല്ല, ഇച്ചിരി തീ കൂട്ടി തന്നെ അച്ചക്കുന്നത്. പേരിന് കരിവേപ്പില ഇട്ട് വേണമെങ്കിലൊക്കെ ഇട്ടാൽ ഞാൻ അപ്പം തോന്നുന്നത് ചെയ്യുന്നത്, അല്ലാതെ ഇത് ഇന്നത് ഇടണമെന്നൊരു മൈൻഡിലൊന്നും അല്ല. കൈ കിട്ടുന്നതൊക്കെ എന്തൊക്കെയാലുമൊക്കെ അങ്ങനത്തെ പരിപാടിയായത്. പക്ഷെ ഞാൻ ആദ്യമേ വിചാരിച്ച് ഫ്ലോപ്പായെന്ന. കുറച്ചെണ്ണ ഇത് അടുക്കി പിടിക്കുന്നതുകൊണ്ട് പിന്നെയും കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത്. ഫ്ലോപ്പായില്ല, തിന്നപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആദ്യമേ ഫ്ലോപ്പായെന്നാണ് വിചാരിച്ചത്. സാധാരണ എപ്പോഴും ചെയ്യുമ്പോൾ
ഗരം മസാലയുണ്ട്, ഗരം മസാല ഇടുന്നത്. ഈ വട്ടം ഗരം മസാല ഇല്ലായിരുന്നു, അതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്ത ഗരം മസാല ഇല്ലാത്തതുകൊണ്ട് ഒരു പേടി ഉണ്ടായിരുന്നു. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വാടി വരും, അപ്പോൾ അത്രയും ഇത് സമയം പോകത്തില്ല. ആദ്യമേ ഉപ്പിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതായിട്ട് ഇളക്കി, ഹിപ്പി ഉണ്ടല്ലോ, മാഗിയോ ഹിപ്പിയോ, ഇതിൻ്റെ അകത്ത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്തൊരു മസാല ഉണ്ടല്ലോ, അതെടുത്ത് വെക്കണം. എന്നിട്ട് അതും പൊട്ടിച്ച് വെക്കണം. പൊട്ടിച്ച് വെക്കുമ്പോൾ എളുപ്പം ചെയ്യാൻ വെക്കും. എന്നിട്ട് ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, പിന്നെന്തുവാ, ഞാനിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെന്തുവായിരുന്നു, ഇത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി എല്ലാം പരുവത്തിനേ ഇടാവുള്ളൂ. നാടനാണെങ്കിൽ കുറച്ചേ ഇടാവുള്ളൂ, അല്ലാത്തതാണെങ്കിൽ ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല. മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ചിടണം. പിന്നെ ഇത് കുരുമുളക് പൊടിയും ഗരം മസാലയായിരുന്നു വേണ്ടത്. ഈ രണ്ട് സാധനവും ഇല്ലാതായിപ്പോയി, എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിന് പകരമായിട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിട്ട്, എന്തോ ചിക്കൻ മസാല, ഇതാണ്ടോ ചിക്കൻ മസാല ഇട്ട്, പിന്നെ എന്നിട്ട് ഈ മാഗിയുടെ ഹിപ്പിയുടെ എന്തോന്ന് വെച്ചാൽ എടുക്കുന്നത്, എന്തോന്ന് വെച്ചാൽ അതിൻ്റെ ആ മസാല ഉണ്ടല്ലോ, ഈ ആദ്യമേ ഉള്ള മസാല ഇട്ട് ലാസ്റ്റ് ഒരു പാകമാകുമ്പോഴേ ഇടാവുള്ളൂ. അല്ലേ അപ്പോൾ ഞാൻ എന്തായാലും കൂട്ടത്തിലേ ഇടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇളക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് കറക്കും, അത് കരിഞ്ഞാന്ന്. പക്ഷെ അത് അങ്ങനെ കറുത്ത് വരണം. കറുത്ത് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇച്ചിരി വെള്ളം ഒഴിക്കണം. അങ്ങനെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് ഇളക്കണം. വിശന്നിരുന്ന് എങ്ങനെയോ എടുത്ത വീഡിയോ, പക്ഷേ സംഭവം കൊള്ളായിരുന്നു. വീഡിയോ നല്ല സെറ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. പെട്ടെന്നായിട്ട് കുറേ ഭാഗം ഇത് ചെയ്യാനും മറന്നുപോയി, വീഡിയോ ഓണാക്കാനും മറന്നുപോയി. എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ പോരായ്മ, അത് ഇതൊക്കെ. ഞാൻ നല്ലതായിട്ട് ഒറ്റയ്ക്ക് ഒരു വീഡിയോ ഇട്ടത് ലിങ്ക് താഴെ വെച്ചേക്കാം. ആ ചാനൽ അടിച്ചു പോയി, ഇല്ലായിരുന്നെങ്കിൽ അതെനിക്ക് ഇഷ്ടമായിരുന്നു. എൻ്റെ അത് പഴയ വീഡിയോസ് എല്ലാം ഞാൻ എടുത്ത് കളയുകയും ചെയ്തു. ഇപ്പം എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തോ ഒരു ഇതുണ്ട്, ആൾക്കാർ കണ്ടോ കണ്ടില്ല എന്നുള്ളതല്ല. പണ്ടൊക്കെ കാണണം, വൈറലാവണമെന്നായിരുന്നു. ഇപ്പം ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഒരു ഇഷ്ടം, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഇങ്ങനെ ഉപ്പ് നോക്കിയപ്പം കുറവാണ്, പിന്നെ കുറച്ച് ഉപ്പ് ഇടും, എന്നിട്ട് ഇളക്കി വെക്കും. എന്നിട്ടത് തിളയ്ക്കാൻ നേരം ഉണ്ടല്ലോ, തിളയ്ക്കാൻ നേരം മറ്റേ പച്ച മാഗിയോ ഹിപ്പിയോ നിങ്ങളെന്തോ എടുക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ ഹിപ്പി എടുത്ത് അതിൻ്റെ അതിട്ട് അടച്ചു വെക്കും. ആദ്യമേ അടച്ചു വെക്കാൻ നേരം കൊച്ചൊരു അടപ്പായിരുന്നു, പിന്നെ വലിയ അടപ്പെടുത്ത് അടച്ചു വെച്ച് വേവിച്ച് ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേന് ഇത് വെള്ളം അടച്ചു വെച്ച് വേണം വേവിക്കേണ്ടത്, എന്നാലേ അത് സെറ്റാകത്തുള്ളൂ. അതുകൊണ്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഇട്ട് ചുമ്മാ ഇട്ടിട്ട് നമ്മൾ അടച്ചങ്ങ് വെക്കരുത്. ഇത് ഇളക്കി ഇത് വേർതിരിച്ചെടുക്കണം. അല്ല, എനിക്ക് അനുഭവമുണ്ട്, ഇന്നാളിലൊക്കെ ഇങ്ങനെ ചെയ്തപ്പോഴേ പച്ച അകത്തോട്ട് വേവത്തില്ല. അതുകൊണ്ട് നല്ലതായിട്ട് ഇളക്കിയെടുക്കണം. കണ്ടോ, കുത്തി ഉടച്ച് മൊത്തം ഇളകി വരും. അപ്പം തന്നെ ചൂടുവെള്ളത്തിൽ വീഴുമ്പോഴേ ഇത് ഇളകി വരും. അങ്ങനെ ഇത് നൂലാക്കിയിട്ട് നല്ലതായിട്ട് ഇളക്കണം. ഇളക്കിയിട്ട് അടച്ചു വെക്കണം. ഇതാ ഞാൻ പറഞ്ഞ ഭാഗം, കൊച്ചു പാത്രം, അത് സെറ്റായില്ല. പിന്നെ വേറൊരു വലിയ പാത്രം എടുത്ത് അടച്ചു വെച്ച്, വിശന്നിട്ടാണെങ്കിൽ കണ്ണും കാണുന്നില്ല, എന്തൊക്കെയോ ചെയ്യുക. പക്ഷേ നല്ലതായിട്ട് ഇത് കിട്ടി, സംഭവം നല്ലതായിട്ട് കിട്ടി. പൂച്ച ഞാൻ എപ്പോഴും രാത്രി ഇതേപോലെ ഒറ്റയ്ക്ക് അതിലൊന്ന് ചെയ്യാൻ നേരം ഈ പൂച്ച എൻ്റെ കൂടെ കാണും. തേങ്ങയൊക്കെ ചിരണ്ടാൻ നേരം ഇത് ശല്യമാണ്. ഞാൻ ചിലപ്പം ഇട്ട് കൊടുക്കും, ചിലപ്പം ഓടിക്കും, അല്ലാതെന്തോ ചെയ്യാനോ. പിന്നെ ഇത് എടുത്ത് നോക്കാനായിരുന്നു, പക്ഷെ ഭയങ്കര ചൂട്, കൈയൊക്കെ പൊള്ളിയായിരുന്നു. അങ്ങനെ എടുത്ത് അടപ്പ് മാറ്റിയിട്ട് അത് ഇളക്കി നോക്കി, കുറച്ചും കൂടെ വേവാനുണ്ട്. വെന്ത സംഭവം സെറ്റായി,
വെള്ളം പറ്റാറുണ്ട്. ഇനി തുറന്ന് വെച്ച് വേവിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഫ്ലോപ്പായെന്നോ. സംഭവം കൊള്ളാം. അന്തസ്സുണ്ടല്ലോ മനുഷ്യന്.